അശോകൻ നമസ്കാരം. നമസ്കാരം. അശോകൻ എന്ന് വെച്ചാൽ ശരിക്ക് ശോകമില്ലാത്തവൻ എന്നാണ് അർത്ഥം, ദുഃഖമില്ലാത്ത ഒരാള്. അശോകൻ ചേട്ടനെ കാണുമ്പോഴൊക്കെ എപ്പോഴും എനിക്ക് അങ്ങനെ സ്റ്റേജിന്റെ ബാക്കുകളിൽ അല്ലെങ്കിൽ ചില സിനിമാ ലൊക്കേഷനുകളിലൊക്കെ കാണുമ്പം ഒരു സൗഹൃദ സംഘത്തിൽ ചെന്നിരുന്നാൽ അവിടെ ഒരു ചെറിയ നർമ്മം വിളമ്പുന്ന ഒരാളാണ് അശോകൻ ചേട്ടൻ. പൊതുവെ ഹാസ്യകാരന്മാരെല്ലാം ഒരല്പം ഗൗരവമുള്ളവരാണ്, ഗൗരവം വേണ്ട സ്ഥലങ്ങളിൽ. ഞാൻ പറഞ്ഞത് സൗഹൃദ സദസ്സുകളിൽ എത്തുമ്പോൾ ഒരു ചെറിയ നർമ്മം വിളമ്പുന്ന ഒരാളാണ് അശോകൻ ചേട്ടൻ. അശോകൻ ചേട്ടന്റെ അത്തരത്തിലുള്ള അശോകൻ ചേട്ടനെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഞാൻ എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ കുറിച്ച് കൗണ്ടർ പറഞ്ഞു. ഇപ്പോൾ അത് നമ്മളെ മിമിക്രിക്കാരുടെ ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്ന് തിരിച്ചു പറയുന്ന ഒരു സ്വഭാവം അത് പണ്ട് തുടങ്ങി ഉള്ളതാണ് എല്ലാവർക്കും. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ എൻ്റെ മകൻ എപ്പോഴും എൻ്റെ മകൻ പറയുന്ന പല തമാശകളുണ്ട്. കാരണം ഒരിക്കൽ ഞാൻ ഇങ്ങോട്ട് ഒരു പ്രോഗ്രാമിന് പോന്നപ്പോൾ, ഇവിടെ അല്ല വേറെ പ്രോഗ്രാമിന് പോയപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അച്ഛൻ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ എന്ന് പറയും. അതെപ്പോഴും പറയാറുണ്ട്. വൈഫിനോട് പറയും, എൻ്റെ വൈഫിനോട് പറയും. എൻ്റെ അമ്മ അച്ഛൻ എപ്പോൾ പോയി ഭയങ്കര സീരിയസ് ആണ് ഫേസ്. അപ്പോൾ വൈഫിനോട് അവിടെ ചെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വെറുതെ ചിരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വിചാരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്. അപ്പോൾ അവർക്ക് മോനോട് ഞാൻ എങ്ങനെ ചിരിക്കണമെന്നാണ് നീ പറയുന്നത്? അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ കണ്ട ചിരിച്ചുകൊണ്ടിരിക്കണം, അതുപോലെ ചിരിക്കണം. ഞാൻ പറയാം, എൻ്റെ പൊന്നുമോനെ അതെൻ്റെ അവസാനത്തെ ചിരിയായിരുന്നു. ഒരിക്കലുമില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ചേർന്നതിന് ശേഷം, പ്രീതി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും, അതായത് ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നതും ടെലിഫിലിമിൽ അഭിനയിക്കുന്നതും വിദേശങ്ങളിൽ പോകുന്നതും ഇത്രയും രാജ്യങ്ങളിൽ പോയതും സിനിമയിൽ വന്നതും ഇത്രയൊക്കെ ഞാൻ സമ്പാദിച്ചതും, എന്ത് സമ്പാദിച്ചു, എല്ലാവരും മനസ്സിലൊരു സ്ഥാനം, അതൊക്കെ എൻ്റെ ഭാര്യ വന്നതിന് ശേഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തമാശ പരിപാടി കാണുമ്പോഴോ തമാശ നടക്കുമ്പോഴോ തമാശ സിനിമ കാണുമ്പോഴോ ഒക്കെ ചിരി വരുന്നതിന്റെ ഒരു 10 ഇരട്ടി ചിരി എന്തെങ്കിലും സീരിയസ് ആയിട്ട് നടക്കുമ്പോൾ ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യുക പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഇടയിൽ പോയി നിന്ന് അപ്പം തൊട്ട് എൻ്റെ ചിരി തുടങ്ങും. പണ്ട് ഈ സ്കൂളിൽ 1 മിനിറ്റ് മൗനപ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ. ഈ മൗനപ്രാർത്ഥനയൊക്കെ എണീക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരുത്തനുണ്ട്, എൻ്റെ തമാശയൊക്കെ കേട്ട് ചിരിക്കുന്നവനാ. അപ്പോൾ അവന് ചിരി വിടും. ഞാൻ ഈ മൗനപ്രാർത്ഥന ഇങ്ങനെ കണ്ണടച്ചേക്കും. അതിൽ ജനഗണമന നടക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഞാൻ പറയുന്നത് ഒരു ഒച്ച ഉണ്ടാക്കിയാൽ ഇവൻ കിടന്ന് വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചിരിപ്പിക്കുന്ന അനീഫിക്ക് അങ്ങനെയല്ലേ? കൊച്ചിൻ അനീഫ നമ്മുടെ വളരെ അടുത്ത എന്ന് പറഞ്ഞാൽ ഇത്രയും ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ചെറിയൊരു തമാശ കിട്ടിയാൽ മതി അനീഫിക്ക് ഭയങ്കരമായിട്ട് ചിരിക്കും. കാരണം അത് ആസ്വാദനം ഭയങ്കരമാണ് അനീഫിക്കയുടെ തന്നെ കുറേ തമാശകളുണ്ട്. അനീഫിക്ക് നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ പെട്ടെന്ന് ഷോട്ട് റെഡി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എഴുന്നേറ്റ് പോകും ഷോട്ടിന് വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഫോൺ അവിടെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എടാ എൻ്റെ ഫോൺ അവിടെ വെച്ചെന്ന് അറിയടാ, ഒന്ന് നോക്കടാന്ന് പറയുമ്പോൾ നമ്മൾ വിളിക്കും. ആ നമ്പറിലേക്ക് വിളിച്ച് ചെയ്യുമ്പോൾ അത് അവിടെ ഇരുന്ന് ബെല്ലടിക്കണ്ടാവും. നമ്മൾ അതെടുത്തുണ്ട് ഇത് എനിക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ കൊടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ പുള്ളീനെ തിരിച്ചു വിളിക്കും. ഹലോ, നീ എന്നെ വിളിച്ചിരുന്നാടാ? കാരണം നമ്മൾ ഈ ഫോൺ എവിടെ നിന്ന് അറിയാൻ പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചതാ. പുള്ളിക്ക് അതൊക്കെ ഭയങ്കര കുറേ തമാശ ഉണ്ട് അനീഫിക്ക്. അപ്പം തമാശ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവാണ്. അതിനെ ചിരിച്ച് വേണമെന്നില്ല, നമ്മൾ ഉള്ളിൽ ആസ്വദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും.